പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്തേക്കാണ്. ആദ്യം നമ്മൾ വന്നേക്കുന്നത് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രത്തിലാണ്. ഫാമിലി മൊത്തമുണ്ട്. ആൻറ്റിയും മക്കൾ, ആൻറ്റിയുടെ മകൾ, ഞാൻ, ഹസ്ബൻഡ്, മക്കൾ, അച്ഛനമ്മ, രണ്ടച്ഛനമ്മമാരും, എൻ്റെ അമ്മ, ചേട്ടൻ, എൻ്റെ അനിയൻ, അവരുടെ ഭാര്യ, ഇത്രയും പേരുണ്ട്. നമ്മൾ ആദിത്യപുരം മാത്രമാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ബാക്കിയൊന്നും ഗുരുവായൂരത്ത് ഇതിവിടെ പോയതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് യാത്ര തിരിച്ചത്. അവിടെ മൊബൈൽ അലൗഡ് അല്ലാത്തതിനാൽ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് ഫോട്ടോസ് മാത്രമാണ് എടുത്തുള്ളൂ. പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലിടയ്ക്ക് കയറുന്നുണ്ട്. അവിടെയും മൊബൈൽ അവിടെ അലൗഡൊക്കെയാണ്. പക്ഷെ നമ്മൾ നൈറ്റാണ് ചെന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും വലിയ കാര്യമായിട്ട് എടുക്കാനും പറ്റില്ല. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ബഹളങ്ങളൊക്കെ ആയിരുന്നു. അത്രയൊക്കെയാണ് അവിടെ നടന്നത്. നമ്മൾ ആദിത്യപുരം സൂര്യദേവൻ്റെ അമ്പലം ചുറ്റി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. താഴെയായിട്ടൊരു കുളമുണ്ട്. അവിടേക്കാണ് പോകുന്നത്. എല്ലാ അമ്പലങ്ങളിൽ തന്നെ കാണുന്ന ഒരു മരമാണ്, വൃക്ഷമാണ് ആൽമരം അല്ലേ. അവിടെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ മുന്നിലായിട്ടുണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതായി കാണുന്നത് ആൽമരം കേട്ടോ. നടന്ന് നമ്മൾ കുളത്തിലേക്കാണ് പോകുന്നത്. കുളത്തിനകത്തുനിന്ന് ഉറക്കില്ലാന്ന് തോന്നുന്നു. മൊത്തം പായൽ കുടിച്ചാൽ നടക്കുക. ക്ഷേത്രക്കുളം, ഇതാണ് ആൽമരം. പരിസരമൊക്കെ എന്ത് വൃത്തിയല്ല. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് സൂര്യഭഗവാന്റെ മുന്നിലേക്കാണ്. അവിടെ നമ്മൾ തൊഴുതിട്ട് പിന്നെയും ഫ്രണ്ടിൽ തന്നെ ഇത് അമ്പലത്തിന് ചേർന്ന് നിൽക്കുന്നൊരു ഒളിട്ടൊരു പെരയാണിത്. എന്താണെന്നറിയില്ല, പ്രത്യേകമാണ്. നമ്മൾ നടന്ന് നല്ല രസമുണ്ടല്ലേ. അതിലൂടെ അമ്പലങ്ങളിലൊക്കെ നമുക്ക് നടക്കുമ്പോൾ നല്ലൊരു ഫീലിങ്സ് ആണല്ലോ. നല്ലൊരു എന്താ പറയുക, ഒരു കുളിർമയാണ് നമുക്ക് അമ്പലങ്ങളിലൊക്കെ നടക്കുമ്പോൾ. വിശപ്പുണ്ടെങ്കിൽ പോലും വിശക്കത്തില്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ മുന്നിൽ പോകുന്നത് എൻ്റെ 3 അമ്മമാരാണ്. 3 അമ്മമാരെ പോലെയാണ്. ഒന്ന് ജുമേൻ്റെ, ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് രാവരാട്ടൻ്റെ അമ്മ. 3 അമ്മമാർ. നമ്മൾ ലാസ്റ്റ് പോയിന്റ് തൊഴുതിരുന്നതാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തു. ഫുള്ളായിട്ടുള്ളൊരു അമ്പലം ഏരിയ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ അവിടെയാണ് പോകേണ്ടത്. നോയമ്പിലാണല്ലോ, അതുകൊണ്ട് വെജിറ്റബിൾ ഹോട്ടലിലാണ് കയറാറ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഫോട്ടോ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ആങ്ങളെയും നാത്തൂനും വിളിച്ചോന്ന്. ഇതാണ് ഞങ്ങളുടെ ഫുൾ ഫാമിലി. ഇതിനകത്ത് ഒരാൾ മിസ്സിങ് ഉണ്ട്. അമ്പിളി എന്ന് പറഞ്ഞു. ഇവളാണ് അമ്പിളി, നാത്തൂനാണ്, അനിയത്തിയാണ്. എൻ്റെ ഹസ്ബൻഡ്, ഞാൻ, എൻ്റെ മക്കൾ, 2 നാത്തൂന്മാരും ഞാനും. അവൻ കൊച്ചും. ഇതൊരു ആൻറ്റിയാണ്. അനിയത്തി.
അച്ഛനും അമ്മയും ഞങ്ങളെല്ലാം ഇത്. ഇതിന് ശേഷം ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് വന്നത്. അവിടെ ഞാൻ പറഞ്ഞ പോലെ രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങുമായിരുന്നു. ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഈ മനുഷ്യൻ ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യവും. നമ്മളിവിടെ ഇന്ദ്രൻ എന്ന് പറഞ്ഞൊരു മംഗല്യത്തിലെ ഒരു സിനിമ തന്നെ കണ്ടാണ്, അല്ല സോറി സീരിയൽ തന്നെ കണ്ടാണ്. പിന്നെ നമ്മൾ യാത്ര തിരിച്ച് ഗുരുവായൂർ അമ്പലത്തിലാണ്. ഇതാണ് ഗുരുവായൂർ അമ്പലം. നമ്മൾ നടന്ന് തൊഴുതിറങ്ങുന്നതാണ്. അകത്തോട്ട് മൊബൈൽ കയറ്റില്ല. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻഭാഗം. ഞങ്ങളവിടെ മൊബൈൽ വെക്കുന്നതിന് മുന്നേ പെട്ടെന്ന് കുറച്ച് ഫോട്ടോസ് എടുത്താണ് ഇതൊക്കെ. കുട്ടികളൊക്കെ മടുത്തു. എത്രയോ നേരം ക്യൂ നിന്നിട്ടാണ് കയറുന്നത്. എങ്കിലും വലിയ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല ശുഭമായിട്ടെല്ലാം നീങ്ങി. നമുക്ക് വിശന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളം കൊണ്ട് തരുന്നുണ്ട്, അങ്ങനെ വിശപ്പില്ല. പിന്നെ നമ്മൾ പോയത് തൃശ്ശൂർ മ്യൂസിയത്തിലേക്കാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ അവധിയല്ലേ, അവരിനിയിപ്പോൾ സ്കൂൾ ജീവിതം നടക്കുകയായതുകൊണ്ട് അവിടെ കയറിയിട്ട് പതിയെ വീട്ടിലേക്ക് പോരാമെന്ന് വെച്ചു. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകൾ ഫോട്ടോസാണ് കേട്ടോ. വീഡിയോ ഒന്നും അങ്ങനെ ഞാൻ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. പേരുകളൊന്നും എനിക്കങ്ങനെ അറിയില്ല. കൂടുതലുള്ള പക്ഷി തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ പുള്ളിമാനും പുള്ളിപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. മയിൽ, അങ്ങനത്തെ മുതല, അങ്ങനത്തെതൊക്കെയുള്ളത്. വേറെ സിംഹത്തിൻ്റെ കാർച്ച കേട്ടു, പക്ഷേ സിംഹത്തിനെ കണ്ടില്ല. മയിൽ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മുതലയാണ് കേട്ടോ, മുതല. താമരക്കുളമാണ് നമ്മൾ കയറുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ അവർ സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണ് താമരക്കുളം. നമ്മൾ നടന്ന് ബസ് കയറാൻ പോവാണ്. ഒരു 200 മീറ്റർ ബസ്സിൽ കൊണ്ടാക്കും. മറ്റേ ഇപ്പം കാണ്ടാമൃഗത്തിനെയും കാണാൻ വേണ്ടി. ബസ് കയറാൻ പോകുന്നതാണ്. പിന്നെ ബസ് ഇറങ്ങി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. നാലാളുണ്ട്. അപ്പം പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി നമ്മുടെ വണ്ടി വന്ന് ഇത് തിരിച്ച് പോരുന്ന വഴിയാണ് ലാസ്റ്റ് പോയിട്ട്. ബസ്സിൽ നമ്മൾ പിന്നെയും കൊണ്ട് ഇറങ്ങി. നമ്മുടെ വണ്ടി വരും. ഇപ്പം ട്രാവലറാണ് ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രാവലർ. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. അമ്പിളിയും അച്ഛനും മാത്രമല്ല, അതുള്ള ഒരു വണ്ടിക്കകത്ത് അവിടെ ഉണ്ട്. ഈ വരുന്നതാണ് നമ്മുടെ വണ്ടി. എക്സിറ്റ് ഇതല്ല. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.